നമസ്കാരം. ജ്യോതിഷത്തിൽ ഇടവം, തുലാം എന്നീ രാശികളുടെ അധിപനായ ശുക്രനെ സ്നേഹം, സൗന്ദര്യം, ഭാഗ്യം, അതേപോലെ സമ്പത്ത്, സുഖം മുതലായവയ്ക്ക് ഉത്തരവാദിയായ ഗ്രഹമായി വിശേഷിപ്പിച്ചിരിക്കുന്നതാകുന്നു. ജാതകത്തിൽ ശുക്രന്റെ സ്ഥാനം ശക്തമാകുമ്പോൾ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വന്നു ചേരില്ല എന്നതാണ് വാസ്തവം. ശുക്രൻ ധനുരാശിയിലേക്ക് സംക്രമിച്ചു കഴിഞ്ഞു. കൂടാതെ ഇന്നേ ദിവസം തൈപ്പൂയം കൂടിയായതിനാൽ വളരെ വിശേഷമായ ഫലങ്ങൾ കൂടി വന്നു ചേരും. ഈ രാശിയിൽ ചൊവ്വയും ബുധനും ഇതിനകമുണ്ട്. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ധനുരാശിയിൽ ത്രിഗ്രഹയോഗം, ലക്ഷ്മി നാരായണ യോഗം, മഹാലക്ഷ്മി യോഗം തുടങ്ങി നിരവധിയാർന്ന ശുഭയോഗങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാകുന്നു. ശുക്രൻ ധനുരാശിയിലേക്ക് കൂടി പ്രവേശിക്കുമ്പോൾ ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം, അനുഗ്രഹം ലഭിക്കുന്നതാകുന്നു. ധനുരാശിയിൽ ശുക്രൻ സംക്രമിക്കുന്നതിലൂടെ ഭാഗ്യം കൈവരുന്ന രാശിക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ തൈപ്പൂയ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ ഓം വജദ്ഭുവേ നമ എന്ന അതിവിശേഷപ്പെട്ട മൂലമന്ത്രം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പറയുവാൻ സാധിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ രാശിയിലെ മാറ്റം മേടം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം യഥാവിധി ലഭിക്കുന്ന അവസരമാകുന്നു. കൂടാതെ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ജോലി സംബന്ധമായി ഉയർച്ച നേടുവാനും അതേപോലെ തന്നെ വിദേശത്ത് ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലുള്ള സമയമാണ് ഇപ്പോൾ എന്ന് തന്നെ പറയാം. അതിനാൽ ശുക്രന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും. കൂടാതെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ സഫലമാകുന്ന അവസരങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം നല്ല ഫലങ്ങൾ കാണുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരികയും ചെയ്യുന്നതാകുന്നു. അത്രമേൽ വിശേഷപ്പെട്ട സമയമാണ് ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് ശുക്രന്റെ സംക്രമണത്തിന്റെ ഗുണം ലഭിക്കുന്ന അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം. മിഥുനം രാശിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവിൽ മുരുകസ്വാമിയുടെ കടാക്ഷം കൂടി ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ, മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ, അതുവഴി ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായി താല്പര്യപ്പെടുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അത് ശിരസാ വഹിച്ച് നിങ്ങൾ അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ ഈ ജോലികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ജോലികൾ ആവേശത്തോടെ ചെയ്യുകയും ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളും, കൂടാതെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുന്ന അവസരം കൂടിയാണ് വന്നു ചേരുക. കൂടാതെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ്. ജീവിതത്തിൽ ലാഭം ലഭിക്കാനുള്ള അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ഏറ്റവും ശുഭകരമായ സമയം, ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന സമയം എന്നിങ്ങനെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റം, ശുക്രന്റെ രാശിമാറ്റം
കൂടാതെ ഭഗവാന്റെ കടാക്ഷം കൂടി വന്ന് ചേർന്നിരിക്കുന്നതിനാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിരവധിയാർന്ന വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുകയും നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഭാവിയിലേക്ക് പോലും വളരെയധികം ഉപയോഗപ്രദമായി മാറുന്ന ചില സ്വാധീനമുള്ള വ്യക്തികളെയും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, അത്തരത്തിൽ ആഗ്രഹ സാഫല്യങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരം കൂടിയാകുന്നു. അതിനാൽ ഈ സമയം യഥാവിധി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇരട്ടി നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾക്ക് പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. അഥവാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നു വരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മികച്ചതായ അവസരങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. പുതിയ ജോലി നിങ്ങൾ അന്വേഷിക്കുകയാണ് എങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തോ നാട്ടിലോ ഇത്തരത്തിൽ ജോലി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ കാലയളവിൽ നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും പൂർണ്ണമായും ആരോഗ്യവാനായി ഇരിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധം ഏറ്റവും മികച്ചതായി തന്നെ തീരും. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക.